ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിരിക്കുന്നത്. അതിൽ ഇറാനിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ അവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സൗത്ത് ഇറാനെ കുറിച്ച് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് സൗത്ത് സൈഡിലുള്ള ഇറാനിലാണ് ചബാർ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ചബാർ പോർട്ട് 10 വർഷത്തേക്കാണ് നമ്മൾ അത് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ പേയ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന്റെ എൻവോയ് പറഞ്ഞിരിക്കുന്നത് ചബാർ പോർട്ടിന്റെ എഗ്രിമെന്റ് ശരിക്കും ഇന്ത്യ അതിനകത്ത് വറീഡ് ആവേണ്ടതില്ല. ഏത് തരത്തിലുള്ള ഗവൺമെന്റ് അവിടെ വന്നാലും നിലവിലെ ചബാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ഇറാനും സൈൻ ചെയ്തിരിക്കുന്ന എഗ്രിമെന്റ് ഒരു ലോങ് ടേം എഗ്രിമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ആർക്കും തന്നെ കൈകടത്താൻ കഴിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാന്റെ എൻവോയ് പറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ മാറി വരുന്ന പുതിയ സർക്കാർ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർക്ക് തീരുമാനമെടുക്കാം. ഇപ്പൊ പുതിയതായിട്ട് ഇറാന്റെ ഉള്ളിലേക്ക് മാറി വരുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് വേണമെങ്കിൽ ചബഹാർ പോർട്ടുമായിട്ടുള്ള എഗ്രിമെന്റ് ഇന്ത്യക്ക് തരാൻ കഴിയില്ല, ഞങ്ങൾ വിഡ്രോ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായിട്ട് നിലയ്ക്കും. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് തീർച്ചയായിട്ടും ഈ ഇറാൻ ഗവൺമെന്റ് അവിടെ ഏത് രജീം വന്നാലും ഇറാനിയൻ ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് ഇതുവഴി വേണം കടന്നു വരാൻ. അറേബ്യൻ ഓഷൻ അതിലൂടെ വേണം ഇന്ത്യൻ ഓഷനിലേക്ക് എത്തിപ്പെടാൻ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സപ്പോർട്ട് അവിടെ അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇറാൻ ഇനിയും പല രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കേണ്ട ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റിൽ ഒരു രീതിയിലും ഇന്ത്യ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ തന്നെ തദ്ദേശീയമായിട്ട് C-295 എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇത് പൊതുവിൽ മറ്റുള്ള മാധ്യമങ്ങളൊന്നും തന്നെ എടുത്ത് പറയുന്നില്ല, പക്ഷെ ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു എയർക്രാഫ്റ്റ് നിർമ്മിച്ചിരിക്കുകയാണ്, C-295 കാറ്റഗറി. ഇത് ശരിക്കും ഒരു വഴിത്തിരിവാണ്. ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ തികച്ചും ഇൻഡിജീനിയസ് ആയിട്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചതാണ് ഈ C-295. ഇന്ത്യക്ക് ഇറക്കുമതിന് ഈ മേഖലയിൽ വളരെയധികം കുറച്ചുകൊണ്ട് നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് സെൽഫ് റിലയൻറ്റ് ഈ ഒരു മേഖലയിൽ നേടുകയാണ് പതിയെ പതിയെ. ഈ ഇന്ത്യയുടെ ചുവടുവെപ്പായിട്ട് വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ. ഇന്ത്യൻ എയർഫോഴ്സ് ഉടനെ തന്നെ ഈ ഒരു എയർക്രാഫ്റ്റിനെ ഇൻഡാക്ട് ചെയ്യും ഇന്ത്യൻ എയർഫോഴ്സിൽ. ഇത് തികച്ചും ടാറ്റയുടെയും എയർബസിന്റെയും പാർട്ട്ണർഷിപ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം ഇത് ഫുൾ ആൻഡ് ഫുൾ ഇൻഡിജീനിയസ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ നിർമ്മിച്ചെങ്കിലും ഇതിനകത്ത് പല പാർട്സുകളും, ഇതിന്റെ ടെക്നോളജി ഉൾപ്പെടെയുള്ള പല പാർട്സുകളിലും എയർബസിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. ഇത് ലോഡ് ക്യാരിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഷോർട്ട് ആൻഡ് സെമി പ്രിപ്പയർഡ് റൺവേയിലും ഇത് ഇറക്കാൻ കഴിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഹൈ ആൾട്ടിറ്റ്യൂഡ് അതേപോലെ തന്നെ നോർത്തേൺ ഈസ്റ്റേൺ മേഖലകളിലൊക്കെ വളരെ അനായാസം നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ C-130 അതേപോലത്തെ ഹെർക്കുലസ് ടൈപ്പ് എയർക്രാഫ്റ്റുകളെക്കാളും മികച്ചതാണെന്നുള്ള അവകാശമൊന്നുമില്ല. പക്ഷേ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. മറ്റുള്ള കാരിയർ എയർക്രാഫ്റ്റുകളെ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കേണ്ടതില്ല. പക്ഷെ അതേസമയം ഇന്ത്യക്ക് ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ്, ഒരു മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ് തന്നെയാണ്. ആന്ധ്രാപ്രദേശ് ഗ്രീൻഫീൽഡ് പോർട്ടിൽ ഒരു ഡെക്ക് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് എന്തിനാണെന്ന് പറഞ്ഞാൽ ഷിപ്പ് ബിൽഡിംഗ് ഹബ്ബായിട്ട് ഇതിനെ മാറ്റാനുള്ള ഒരു ഉത്തരവ് പണ്ടേ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രീൻഫീൽഡ് പോർട്ട് ശരിക്കും ആന്ധ്രയിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ദുഗജരാജപട്ടണം എന്നുള്ള സ്ഥലത്താണ്. ഒരു മെഗാ ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിംഗ് ഡെക്കാണ് ഇവിടെ പണിയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷിപ്പ് ബിൽഡിംഗ് ഹബ്ബായിട്ട് ഇത് പ്രവർത്തിക്കും. അതാണ് ശരിക്കും ആന്ധ്രയുടെ ലോക്കൽ ഗവൺമെന്റും അതേപോലെ സെൻട്രൽ ഗവൺമെന്റും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ മാരിടൈം അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ് എക്കോസിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ആവുകയാണ്, പുതിയൊരു എക്കോസിസ്റ്റം. അപ്പൊ അതിന് തുടക്കം കുറിക്കുന്നത് തന്നെയാണ് ഈ ഒരു പദ്ധതി. ഇതെന്താണ് ലക്ഷ്യം വെക്കുന്നത് പറഞ്ഞാൽ ഹൈ പൊട്ടൻഷ്യൽ പോർട്ട് ലീഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതാണ് ലക്ഷ്യമിടുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചും നടത്തിയ പരാമർശങ്ങൾ, അതായത് മോദി ഒരു ഗുഡ് ഫ്രണ്ടാണ്, ഗുഡ് ഗൈ ആണ്, നല്ല മനുഷ്യനാണ്, ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ ഞാൻ സന്തോഷവാനല്ല, മോദി എന്നെ ഹാപ്പി ആയിട്ട് ഡീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി എന്നുള്ള മട്ടിലാണ് ട്രംപ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചത്. അപ്പം ഇതിനെക്കുറിച്ച് അമേരിക്കയുടെ ഉള്ളിൽ നിന്നും ഒരു സിംഗർ, പലപ്പോഴും പല പൊളിറ്റീഷ്യൻസ് ആണ് ഇന്ത്യയെ അനുകൂലിച്ചും അമേരിക്കയിലെ ട്രംപിന്റെ നിലപാടുകളെ എതിർത്തും വിമർശിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ ഒരു പുതുമുഖം, ഒരു സിംഗർ വന്നിരിക്കുകയാണ്, മേരി മിൽബൻ. ഇവർ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്ലോമാറ്റിന് വേണ്ട നോളജ് അതാണ് ഇവർ കൃത്യമായിട്ട് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചും പറയുന്ന പരാമർശങ്ങൾ ഒട്ടും ശരിയല്ല.
അത് ഒരു നാഷണൽ ലാംഗ്വേജിന് ചേർന്ന ഭാഷയിലല്ല ട്രംപ് സംസാരിക്കുന്നത്. ശരിക്കും ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, അതേപോലെ ബൈലേറ്ററൽ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് റിലേഷൻഷിപ്പ്, ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പെഷ്യൽ ലാംഗ്വേജിലും മാനറിലും സംസാരിച്ച് മുന്നോട്ട് പോകേണ്ട വിഷയങ്ങളാണ്. ഇത് പൊതുവേദികളിൽ ചോദിക്കുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് സംസാരിക്കാനുള്ള വിഷയങ്ങളല്ല. ഇത് ഏറ്റവും കൂടുതൽ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി മാറിത്തീരും. ഏതാണ്? ഈ ട്രംപിന്റെ തലയും പാലും ഇല്ലാത്ത രീതിയിലുള്ള ഈ സംസാരങ്ങൾ എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ബൈലേറ്ററൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് അനവസരങ്ങളിൽ പ്രയോഗങ്ങൾ നടത്തുന്നത്, അതായത് ഒട്ടും ചേരാത്ത ഒരു പ്രവൃത്തി, അങ്ങനെയാണ് ട്രംപ് പെരുമാറുന്നത്. അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് ഇന്ത്യ എന്നെ ഹാപ്പി ആയിട്ട് വെക്കുന്നില്ല എങ്കിൽ താരിഫ് കുഡ് റൈസ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ട്രംപിനെ നമ്മൾ ഹാപ്പി ആയിട്ട് ഡീൽ ചെയ്യുന്നില്ല എങ്കിൽ താരിഫ് വീണ്ടും ഉയരും എന്നുള്ളൊരു സൂചനയാണ് ട്രംപ്. ഇതിലൂടെ ഒരു ഭീഷണിയാണ്. അപ്പൊ ശരിക്കും ബൈലേറ്ററൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു രാജ്യത്തിനെ അവർ അപ്പാടെ ബന്ധം മുറിച്ച് കളയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപ് പറഞ്ഞത് എന്നുള്ളൊരു വ്യക്തമായ ചൂണ്ടിക്കാണിക്കൽ അമേരിക്കയിലെ ഒരു പൊളിറ്റീഷ്യൻ പോലും ഇതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ആർമി ജനറൽ ആയിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി, പുള്ളിക്കാരൻ 2 ദിവസത്തെ സ്പെഷ്യൽ സന്ദർശനം യു എയിലേക്ക് 2 ദിവസത്തെ സന്ദർശനം നടത്തി. UAE നാഷണൽ ഡിഫൻസ് കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ക്ഷണം. അപ്പൊ ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ടാണ് ഉപേന്ദ്ര ദ്വിവേദി UAEയിൽ എത്തിയത്. അവിടെ 2 ദിവസത്തെ സെഷൻസ് അഥവാ ഒരു സെമിനാർ ഡിഫൻസ് കോളേജിലുള്ള സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, ഇന്ത്യയും UAEയും തമ്മിലുള്ള ഡീപ്പ് ഡിഫൻസ് കോപ്പറേഷനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ട് രാജ്യങ്ങളും വെസ്റ്റ് ഏഷ്യയിൽ കീ പാർട്ട്നേഴ്സ് ആണ്. ജപ്പാന്റെ ഫോറിൻ മിനിസ്റ്റർ ഈ മാസം അവസാനം ജനുവരി ലാസ്റ്റ് വീക്കിൽ ഇന്ത്യ സന്ദർശിക്കും. തോഷിമിറ്റ്സു മൊഷേഗിയാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. തോഷിമിറ്റ്സു ഇന്ത്യ സന്ദർശിക്കുന്നത് പ്രധാനമായിട്ടും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താനാണെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞു വെക്കുന്നത് 2025 പ്രൈം മിനിസ്റ്റർ മോദി ജപ്പാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു വിസിറ്റ്. അപ്പൊ അതായത് പഴയ ഗവൺമെന്റ്, പഴയ പ്രൈം മിനിസ്റ്റർക്കും പുതിയ പ്രൈം മിനിസ്റ്റർക്കും നയപരമായിട്ട് വലിയ മാറ്റങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില ആക്ഷൻ പ്ലാനുകൾ ഇവരുടെ കൺവീനിയൻസിനൊത്ത് ഇവർ എടുക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടില്ല. അതിപ്പോൾ ജപ്പാനിൽ ഏത് ഗവൺമെന്റ് വന്നാലും അങ്ങനെ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ജപ്പാന്റെ കുറെ പ്രോജക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ റൺ ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ചൈന പാങ്ഗാങ്സോ ആ ഒരു ഏരിയയിൽ ശരിക്കും ബഫർ സോൺ മേഖലയിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് സാറ്റലൈറ്റ് ഇമേജറിയിൽ ഈ ഒരു പ്രൂഫ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇന്ത്യ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് ചൈനയെ അറിയിച്ചിട്ടുമുണ്ട്. ഈ പാങ്ഗാങ്സോ ആ ഒരു ഏരിയയിലൊക്കെ ഇവർ ബഫർ സോൺ മേഖലയിലൊക്കെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ പ്രോജക്റ്റിൽ നിന്നൊന്നും പിന്നോട്ട് പോവില്ല. ചൈന എവിടെയൊക്കെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നും ഒരിക്കലും പിന്മാറിയിട്ടില്ല. അപ്പൊ എന്തായാലും അതിന്റെ ബദൽ നടപടികൾ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ആരംഭിക്കും. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ തേജാസ് MK2 എന്നുള്ള കാറ്റഗറി ഇച്ചിരി സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആ ഒരു മേഖലയിലേക്ക് ഇന്ത്യ ജസ്റ്റ് ഒന്ന് ടേൺ ആവുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ പുതിയ എയർക്രാഫ്റ്റ് അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഈ പ്രോജക്റ്റ് ഫുൾഫിൽ ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. പക്ഷെ അതേസമയം നമ്മൾ ഓൾറെഡി തന്നെ തേജസ് MK2 ഒക്കെ നമ്മൾ നിർമ്മിച്ച് ഒരുവിധം നമുക്ക് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഒരു പരിധി വരെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അച്ചീവ്മെന്റ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഈ ഒരു AMC പ്രോജക്റ്റ് ഇപ്പം അപ്രോച്ച് ചെയ്യുന്നത്. അതായത് തേജാസ് MK2 നമ്മൾ മറന്നു കളഞ്ഞു എന്നല്ല, അതൊരു സൈഡിലുണ്ട്. അതിലും അഡീഷണൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു AMC പ്രോജക്റ്റ് വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഒരു വിഷയം കൂടി നമുക്ക് പറയാനുള്ളത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. ഇസ്രായേലും സിറിയയും തമ്മിൽ ഫ്രാൻസിൽ വെച്ചിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ഗോലാൻ ഹൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ധാരണയായിട്ടില്ല. തികച്ചും ഇസ്രായേലിന് വേണ്ടത് തുർക്കിയെ സിറിയയുടെ ഉള്ളിൽ നിന്നും ഓട്ടിക്കണം. ഇതാണ് ഇസ്രായേലിന് വേണ്ടത്. ഇസ്രായേൽ ആദ്യമേ വെച്ച കണ്ടീഷൻ അതാണ്, തുർക്കിയെ സിറിയയുടെ ഉള്ളിൽ നിന്നും എടുത്ത് മാറ്റുക, അവരെ എടുത്ത് പുറത്തിടുക എന്നുള്ളതാണ് ആദ്യത്തെ നിബന്ധന. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. ഇനിയിപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്രമൈസ് ചെയ്ത് സംസാരിക്കാനാണ് തായ്യബ് എർദോഗൻ ഇപ്പം ട്രംപിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2-3 വിഷയങ്ങളുണ്ട്. പോകുമ്പോഴത്തേക്കും തായ്യബ് എർദോഗൻ പറഞ്ഞിട്ട് പോയത് F-35 ബന്ധപ്പെട്ട ഡീൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു പോയിന്റാണ് പറഞ്ഞു വെച്ചത്. പക്ഷെ അവിടെ ഗാസയുടെ സമാധാനത്തെക്കുറിച്ചുള്ള ഒരു പ്രഷർ ഇടാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഗാസ എന്ന് പറയുന്നത് ജസ്റ്റ് തായ്യബ് എർദോഗൻ ഡിപ്ലോമാറ്റിക്കലി തുർക്കിക്ക് കുറച്ച് ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു വിഷയമാണ്. അതായത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു കോളിളക്കം സൃഷ്ടിച്ച് അമേരിക്കയ്ക്കെതിരെ ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ സാധിക്കും, അതായത് ഒരു പ്രഷർ ഇടാൻ പറ്റും എന്നുള്ള സൂചന, അതാണ് പ്രഷർ പോയിന്റ് ആയിട്ട്
തായപെർദകൻ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിലും ഇസ്രായേൽ അത് ഓൾറെഡി തന്നെ ആ ഒരു വഴിയൊക്കെ കൃത്യമായിട്ട് സീൽ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തായപെർദകന് അത്ര എളുപ്പത്തിൽ ഗാസയ്ക്കുള്ളിൽ ഇനി നീക്കുപോക്കുകൾ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ തുടർന്ന് സിറിയയ്ക്കുള്ളിൽ നിന്നും മാറിപ്പോണം എന്നുള്ളതാണ് ഇപ്പം ഇസ്രായേലിന്റെ കണ്ടീഷൻ. ഇസ്രായേലിന്റെ കണ്ടീഷനാണ് അമേരിക്ക സംസാരിക്കുന്നത്. കാരണം ഓൾറെഡി തന്നെ നെതന്യാഹു ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള $1 ട്രില്യൺ ഡിപ്ലോമസിയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളതാണ് നെതന്യാഹുവിന്റെ വാദം. നെതന്യാഹുവിന് കൃത്യമായിട്ട് അറിയാം. നെതന്യാഹു അമേരിക്കയിൽ പോയിട്ട് കൃത്യമായിട്ട് ട്രംപിനെ എങ്ങനെ ഡീൽ ചെയ്യണോ അങ്ങനെ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിലവിലുള്ള ഗ്ലോബൽ ലീഡേഴ്സിൽ ട്രംപിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ച് ഡീൽ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. വളരെ ബ്രില്യന്റ് ആയിട്ടാണ് ട്രംപിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ട്രംപ് വളരെയധികം അപ്രിസിയേഷൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ട്രംപിനെ അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. ട്രംപിനെ എത്രത്തോളം പുകഴ്ത്തും. പാകിസ്ഥാനൊക്കെ അതാണ് ചെയ്തത്. ഷഹബാസ് ഷെരീഫും അസീം മുനീറൊക്കെ പോയി എന്താണ് ചെയ്തത്? ഷൂ നക്കിയില്ലെന്നേ ഉള്ളൂ. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും ചെയ്തു കൂട്ടിയത്. അപ്പം ഈ രീതിയിൽ ട്രംപിനെ എങ്ങനെ പുകഴ്ത്തി കഴിഞ്ഞാൽ ട്രംപ് അങ്ങനെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ നൊബൽ പ്രൈസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് സാർ, ഞാൻ തരാം നിങ്ങൾക്ക് ഒരു സമാധാനത്തിന്റെ പീസ് പ്രൈസ്. ഇസ്രായേലിന്റെ സമാധാനത്തിന്റെ പീസ് പ്രൈസ് നിങ്ങൾക്കാണ്. ഇറ്റ്സ് ഈക്വൽ ടു നൊബേൽ സമ്മാനം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആളിനെ പോക്കറ്റിലെടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണ്ട കാര്യങ്ങൾ സാധിച്ചിട്ട് വരുന്നതിൽ നെതന്യാഹു നമ്പർ 1 ആണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് തീർപ്പാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി എർദോഗൻ അവിടെ പോയിട്ട് എന്ത് തന്നെ കാണിച്ചിട്ടും ഒരു കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാറ്റോയുടെ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പം ഈ വീഡിയോയിൽ കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.